ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അതായത് കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കിയാണ് ഈ ഒരു വ്ളോഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ 2 റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുദീന ചിക്കൻ കറീൻ്റെ റെസിപ്പിയും പിന്നെ അറബിക് കുനാഫിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. പിന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിഗാസ് കഫേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുദീന ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിൽ മല്ലിപ്പൊടി കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ ബാക്കി 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ടീസ്പൂണ് ചിക്കൻ മസാലയും പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലൊക്കെ മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേ ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മസാലപ്പൊടീൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. ചിക്കനും തന്നെ ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ചിക്കന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും 1 കൈപ്പിടി പുദീന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പുദീന ഈ ഒരു കറിയിലേക്ക് ഞാൻ 2 കൈപ്പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1 കൈപ്പിടി പുദീന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കറി ശരിക്ക് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശൻ്റെയും പൊറോട്ടൻ്റെ ഒക്കെ കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ റെഡിയായ ശേഷം കുനാഫയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുനാഫേൻ്റെ ക്രീം ആദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കുനാഫ റെഡിയായി കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വരണം. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ക്രീമിലേക്ക് വേണ്ട മധുരം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുനാഫ റെഡിയായി കഴിയുമ്പോൾ അതിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കുനാഫ സെർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 3 ടേബിൾ സ്പൂണ് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം. അപ്പോൾ ഈ ഒരു പാലും മൈദപ്പൊടിയും കൂടെയുള്ള മിക്സ് ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കുനാഫൻ്റെ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് തിക്ക് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കുനാഫൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 കുനാഫയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. കുനാഫൻ്റെ ഡോ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള കുനാഫൻ്റെ ഡോ ആണ്. ഒരു 450 ഗ്രാം കുനാഫൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുനാഫൻ്റെ ഡോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സേമിയ വെച്ചിട്ടും ഈ ഒരു കുനാഫ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കുനാഫൻ്റെ ഡോ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഈ ഒരു ഡോയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബട്ടർ ഈ ഒരു കുനാഫ ഡോൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കുനാഫിൻ്റെ ഡോല് ബട്ടറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രൈയിങ് പാനിലാണ് കുനാഫ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈയിങ് പാനിൽ ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുനാഫ ഡോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കുനാഫ ക്രീം വെച്ചിട്ടും ക്രീം വെക്കാതെ ഉണ്ടാക്കാറുണ്ട്. ചീസ് മാത്രം ഇട്ടിട്ടും കുനാഫ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുനാഫയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് കുനാഫൻ്റെ ഡോ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്രീം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കുനാഫൻ്റെ ഡോ ചേർത്ത് കൊടുക്കാൻ. കുനാഫൻ്റെ ഡോ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള കുനാഫൻ്റെ ഡോ കൂടി ഞാൻ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഓവനില്ലാന്ന് വിചാരിച്ചിട്ട് ആരും കുനാഫ ഉണ്ടാക്കാതിരിക്കണ്ട. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഫ്രൈയിങ് പാനിലും കുനാഫ റെഡിയാക്കി എടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലേറെ ടേസ്റ്റാണ് ഈ ഒരു കുനാഫ നമ്മൾ ഈ ഒരു രീതിയിൽ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കുനാഫ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള കുനാഫൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുനാഫൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കുനാഫൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ആ സൈഡൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം മറ്റൊരു ഫ്രൈയിങ് പാനിൽ ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈയിങ് പാന് നമ്മൾ ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ഭാഗം കൂടെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കുനാഫ സ്റ്റൗവിൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുനാഫൻ്റെ മറ്റേ ഭാഗം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി കുനാഫയിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം മധുരമുള്ള ഒരു ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര വരെ എടുക്കുക. ഈ ഒരു പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 തുള്ളി റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ പുറത്തുനിന്ന് കുനാഫ വാങ്ങുന്ന ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പ് ചൂടോട് കൂടി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കുനാഫൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കുനാഫൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ ഞാൻ ഈ ഒരു കുനാഫയിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പിൻ്റെ പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കുനാഫി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 2 കുനാഫി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുനാഫ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയും പൊറാട്ടയും പിന്നെ പുതിന ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും കുനാഫിയാണ് അന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫിറോസും മുനിയും കൂടി ഉണ്ട്. ഫിറോസും മുനി ഇതിന് മുൻപ് റിയാദിലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ ഇങ്ങോട്ട് ജിദ്ദയിലേക്ക് മാറിയിട്ട്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ റൂം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഷാനി ഷമീറും അന്ന് തന്നെ റിയാദിലേക്ക് തിരിച്ചു പോവുകയാണ്. സമീറിന് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം ന്യൂ കോർണിഷിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ സമീറിൻ്റെ കൂടെ റിയാദിൽ നിന്ന് സമീറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളടുത്തല്ല നിന്നിട്ടുള്ളത്, അവരുടെ കസിൻ്റെ റൂമിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ റിയാദിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുനാഫൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുനാഫൊക്കെ കഴിച്ച ശേഷം എല്ലാവരും റെഡി ആയിട്ട് കോർണിഷിലേക്ക് പോവുകയാണ്. ഞങ്ങൾ കോർണിഷിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണിഷിൽ നമ്മളെപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും. പാർക്കിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോയതൊരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനൊന്നും അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. വേഗം പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു കോർണിഷ് കാണാൻ. നമുക്ക് തന്നെ തോന്നിപ്പോവും സൗദിയിലാണോ ഇങ്ങനത്തെ ഒരു കോർണിഷ് തോന്നും. കാരണം അത്ര ഭംഗിയാണ് ഈ ഒരു കോർണിഷ് കാണാൻ. ഈ ഒരു കോർണിഷിൻ്റെ ഓരോ ഭാഗവും വ്യത്യസ്ത രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കോർണിഷിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫുഡ് കോർട്ട്, പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ ബാത്റൂം നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 10 റിയാലിൻ്റെ ഒരു കാർഡ് എടുത്താൽ നമുക്ക് 5 പ്രാവശ്യം ഉപയോഗിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്. ഇത് ഷൈനാൻ്റെ മോളാണ് ഇഷമോള് നന്നായിട്ട് വർത്താനം പറയും. ഇഷമോള് ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് അവൾ വീഡിയോയിൽ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തരും. അപ്പോൾ ഞാനിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അവളോടത് പറയായിരുന്നു. പക്ഷെ അവൾക്കപ്പം മടിയായിട്ട് അവൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റാണ്. നമുക്ക് കോർണിഷിലൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഈ ഒരു കോർണിഷിൽ നമ്മൾ എത്ര സമയം പോയിരുന്നാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഷൈനി ഷമീറും കുട്ടികളൊക്കെ റിയാദിലേക്ക് തിരിച്ചു പോവുകയാണ്. അവർ യാത്ര പറഞ്ഞ് പോയപ്പോൾ ശിഖമോൾക്കും അനിമോൾക്കും ഒക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഷമീറിന് ലീവില്ലാത്തതുകൊണ്ടാണ് അവർക്ക് നമ്മളടുത്ത് അധികം നിൽക്കാൻ പറ്റാതിരുന്നത്. അപ്പം ഇനി ഷമീറിന് ഒഴിവുള്ള സമയത്ത് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഷൈനിയും കുട്ടികളൊക്കെ പോയ ശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടെ കോർണിഷിൽ നിന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമാണ് റൂമിലേക്ക് തിരിച്ചു പോയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്